ഇതെന്ന പടം വളരെ നന്നായിരുന്നു. വളരെ ആക്ഷൻ, നല്ല വൈബുള്ള ഫിലിമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിള്ളേരെയെല്ലാം കൂട്ടിയതുകൊണ്ട്, സ്കൂൾ പിള്ളേരെയൊക്കെ കൂട്ടിയതുകൊണ്ട് നല്ല വൈബായിരുന്നു ഫിലിമിന്. കണ്ടിരിക്കുവാനും ഒരിക്കലും എന്ന് പറയുന്ന ജീവിതത്തിൽ ഇത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്ത നല്ലൊരു ഫിലിം. ഒരിക്കലും മടി പിടിച്ചിരിക്കാതെ നമ്മൾ ഡ്യൂട്ടി ചെയ്യണം, സക്സസ്ഫുൾ ആകണം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് ദാവീദ് എന്ന പടത്തിലൂടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. പെപ്പയുടെ പെർഫോമൻസ് പുള്ളി ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്, അല്ലാതെ ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, പുള്ളി ലൈഫിലും അത് കാണിച്ചു കൊടുക്കുകയാണ്. ബോഡി വെയിറ്റ് എല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ നാടിനും മറ്റുള്ളവർക്കും നമ്മുടെ യൂത്തിനും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത നല്ലൊരു മെസ്സേജാണ് ഈ ഫിലിമിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൂപ്പറായിരുന്നു. തുടക്കത്തിൽ തന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ്ഫുൾ ബസ് ഇരിക്കാൻ സ്ഥലമില്ല, പക്ഷെ എല്ലാവരും ഒരു പരാതിയും കൂടാതെ വളരെ കണ്ണ് ചിമ്മാതെ കണ്ട നല്ലൊരു ഫിലിമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് വരണം, സക്സസ്ഫുൾ ആകണം, മടി പിടിച്ചിരിക്കരുത്, ഏത് ജോലിയും ചെയ്യണമെന്നുള്ള നല്ലൊരു ഉത്തരവാദിത്വ ബോധം ഈ ഫിലിമിലൂടെ നൽകുവാനായിട്ട് സാധിച്ചു. താങ്ക് യു. പടങ്ങളിൽ അങ്ങനെ സഹിച്ചാൽ ഈയിടെ കാണാറില്ല, കോമഡി പടങ്ങളാണ് കൂടുതൽ, പാടൊക്കെ പോലുള്ള. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഇടിപ്പടത്തിലേക്ക് വന്നപ്പോൾ? ഉണ്ടായിരുന്നു, എന്നാലും ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിൽ ഇത് ആക്ച്വലി അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഇടിപ്പടം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഇടിപ്പടമാണ്. ഇത് ബോക്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സിനും ടീനേജേഴ്സിനും ഒക്കെ ബോക്സിംഗ് എന്ന് പറയുന്ന സ്പോർട്ടിലേക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. എല്ലാ ഏജ് ഗ്രൂപ്പും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ സാധാരണ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു മിക്സ്ചർ ഓഫ് എല്ലാ ജോണറും. ഓക്കെ, സാധാരണ അങ്ങനെ ബോക്സിംഗ് അങ്ങനെ മലയാള സിനിമയിൽ തിരഞ്ഞെടുക്കാറില്ല. അപ്പോൾ സാധാരണ നാടനിടി അങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിൽ കൂടുതൽ കണ്ടുവരാറ്. ഈ സിനിമയിൽ ബോക്സിംഗ് എടുക്കുമ്പോൾ സാധാരണക്കാരെ തിയേറ്ററിലോട്ട് എത്തിക്കാനായിട്ട് അത് എന്തെങ്കിലും തടസ്സമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തടസ്സമൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ തടസ്സങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ, എന്താണ് തടസ്സങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ തടസ്സം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് തടസ്സങ്ങൾ ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു തടസ്സമൊന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞത്. നമുക്ക് പുറത്തുനിന്നുള്ള, അതായത് കൊച്ചിയുടെ പുറത്തുള്ള തിയേറ്റേഴ്സിൽ നിന്നുള്ള കൊല്ലത്തിനും പത്തനംതിട്ടയിൽ നിന്നൊക്കെ നമുക്ക് നല്ല റിപ്പോർട്ട്സാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം ഇന്ന് കഴിഞ്ഞ് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും നമുക്ക്. ഇതൊരു മാർക്കോ പോലുള്ള ഒരു വയലൻസ് പടമായിട്ട് പ്രൊമോട്ട് ചെയ്യുമോ, അതോ ഒരു ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ ഒരു പടമാണോ? ഫാമിലിക്കും കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും കാണാൻ പറ്റിയ പടമാണ്. ഇടി മാത്രമല്ല അല്ലേ? അല്ല, ഫാമിലി ഡ്രാമയും ഉണ്ട്. ഓക്കെ, ചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ കൊച്ചപ്പയായിട്ട് അഭിനയിക്കുന്നത് പെപ്പയുടെ ക്യാരക്ടറിൻ്റെ ഒരു ആശിക്കുന്നത് ഞങ്ങളൊരു ഫാമിലിയിലുള്ള ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു. അടിപൊളി, നല്ല കിൻഡലടി. പെപ്പയുടെ ഒരു വെറൈറ്റി, ഒരു കിൻഡലടിയാണ്. ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടം. നല്ല അടിപൊളി. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തു. മേക്കിംഗ് അടിപൊളി. ലാഗൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് കണ്ടിരിക്കാം. നല്ലൊരു നല്ല കോമഡി ഉണ്ട്. ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് എന്താണെന്ന് കാണണമെങ്കിൽ ഈ പടം വന്നാൽ മതിയോ? അതെ, കണ്ടാൽ മതി. പെപ്പ എങ്ങനെ തീ പാറിക്കും? അതൊരു ഇന്റർനാഷണൽ ഒരു ബോക്സിംഗ്. പെപ്പ എങ്ങനെ തീ പാറിക്കും? തീ പാറിക്കും. കിട്ടിയിട്ടുണ്ട്. അത് ഒട്ടും ലാഗില്ല. നല്ല പടം, നല്ല ഒരു ഫാമിലി. ഓരോ കഥാപാത്രങ്ങളായാലും സൈജു കുറുപ്പാണെങ്കിലും അതിലെ നായിക ലിജി മോളാണെങ്കിലും എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തരുടെ കഥാപാത്രവും ബെറ്ററാക്കിയിരുന്നു, മെച്ചപ്പെടുത്തിയിരുന്നു ഓരോ ലെവലിൽ. പെപ്പയാണെങ്കിലും ആ ഒരു ലെവൽ നല്ല അടിപൊളിയായിരുന്നു. അവസാനം പടം നമുക്ക് നല്ലൊരു ത്രില്ലാണ്. സൂപ്പർ, ഒരു തരത്തിൽ ഒരു ലാഗും ഇല്ലാതെ നല്ല അടിപൊളിയായിരുന്നു.